ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സ്പെഷ്യൽ പഴംപൊരിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന പഴംപൊരിക്ക് പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ അല്ലേ. അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല മൊരിഞ്ഞൊക്കെ ഇരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള നേന്ത്രപ്പഴമാണ്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഓരോ പഴവും 4 നീളത്തിൽ മുറിച്ചെടുക്കുകയാണ്. അപ്പം അത്യാവശ്യം കട്ടി കാണും. അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇത്ര കട്ടിയൊന്നും കാണില്ല. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിക്കൊക്കെ മുറിച്ചെടുക്കാമല്ലോ. ഞാനിപ്പോൾ ഹോട്ടലിൻ്റെ രീതിയിൽ കാണിക്കുന്നതുകൊണ്ടാണ് നീളത്തിൽ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഈ ഓരോന്നും വേണമെങ്കിൽ 2 മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കാം. അപ്പോൾ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഹോട്ടലിൽ കിട്ടുന്ന അതേപോലെ വരണമെങ്കിൽ കോൺഫ്ലോർ തന്നെ ചേർക്കണം. 4 ടീസ്പൂൺ പാല്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എൻ്റെ കയ്യിലുള്ള മഞ്ഞൾപ്പൊടിക്ക് അത്രയ്ക്ക് നിറയില്ല. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ചേർത്തു. ഇനി വേണമെങ്കിൽ ലാസ്റ്റ് ചേർക്കാം. അപ്പം നിങ്ങളുടെ കയ്യിലെ മഞ്ഞൾപ്പൊടിയുടെ കളർ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. കുറച്ച് മധുരം ഉണ്ടെങ്കിലേ പഴംപൊരി കഴിക്കാനായിട്ട് ടേസ്റ്റ് കാണുള്ളൂ. അപ്പോൾ ലാസ്റ്റ് കലക്കിയതിന് ശേഷം നമുക്ക് മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. 2 നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ പഴംപൊരി നല്ല സോഫ്റ്റും ആയിട്ട് വരും. പിന്നെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പഴംപൊരിക്ക് ചെറിയ ഒരു ഓറഞ്ച് കളറും കൂടെ കാണില്ലേ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. കൂടി പോകരുത്, എന്നാൽ പഴംപൊരി ചുവന്നിരിക്കും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടിയും പോകരുത്. ഇഡലിയുടെയും ദോശയുടെ പരുവത്തിലൊക്കെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ മാവിന് അത്ര കളറില്ല. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി കൂടിപ്പോകാതിരിക്കാനും നോക്കണം. മാവിന് ചെറിയ ഒരു യെല്ലോ കളർ വന്നാൽ മതി. വറുത്തെടുക്കുമ്പോൾ നല്ല കളർ ആയിക്കോളും. മഞ്ഞൾപ്പൊടി കൂടിപ്പോയാലും പഴംപൊരിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. മഞ്ഞൾപ്പൊടിക്ക് പകരം യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. തീ മീഡിയത്തിലോട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഓരോ പഴമായിട്ട് ബാറ്ററി മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഇടുമ്പോൾ എണ്ണ നല്ല ചൂടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, എന്നാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഒരു ഭാഗം മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ താഴ്ഭാഗവും മൊരിഞ്ഞു വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പൊ ഇതുപോലെ എല്ലാം വറുത്തെടുക്കുക. ഹോട്ടലിൽ കിട്ടുന്ന പഴംപൊരി പോലെ തന്നെ നല്ല മണവും ടേസ്റ്റും കളറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ പഴംപൊരി നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.